ചിലർക്ക് ഭയങ്കര ഒരു ഓറ ഉണ്ടാവുമല്ലോ, ഓറ ഇൻ ദ സെൻസ് ലൈക്ക് ഭയങ്കര ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഓറ. പക്ഷെ നമുക്കെപ്പോഴും നമുക്ക് അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് സബിനയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ എന്നെ അടുത്ത പേഴ്സണലി വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആക്ടിംഗ് വൈസ് ഒരുപാട് പെർഫോമൻസ് ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട് പണ്ടത്തിനെക്കാട്ടിയൊക്കെ. ജനപ്രിയന് ഇപ്പോഴും ഭയങ്കര ഫാൻസ് ഉണ്ടല്ലോ. അത് ശരിക്കും എനിക്ക് അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസൾട്ടിങ് ആണ്. ആ ഇൻസൾട്ടിങ് എന്നാണ് ആ സബ്ജക്റ്റ് ഉണ്ടായത്. അൻവർക്ക് ചെയ്യാൻ വേണ്ടിയാണല്ലോ പറവ ഈ പറയണത്. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ കുറച്ച് ഭയങ്കര മോശമായിട്ട് കുറച്ച് സിറ്റുവേഷൻ നടക്കുന്നുണ്ടായിരുന്നു. സൗബിൻ തന്നെ ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ എനിക്കൊരു അഡ്വാൻസിൻ്റെ ഒരു കാര്യം നീക്കലും ഇനി ഒന്നും വേറൊന്നും ചിന്തിക്കേണ്ട. ആ ഒരു ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവിടെ നിന്ന് പറഞ്ഞാൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിലോട്ട് ഒരു ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇത് വരുന്നു. കാരണം കുറച്ച് ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇത് എന്തോ ഇതിലുണ്ടെന്നുള്ള ഒരു തോന്നൽ, ഒരു ഉൾവിളി ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ടെൻഷനാണ്. ഇരിക്കാൻ പറ്റണില്ല, നിൽക്കാൻ പറ്റണില്ല, എന്താണെന്നറിയില്ല. കാരണം ഇത് ക്ലിക്കായില്ലെങ്കിൽ പോയി. പരിപാടി മൊത്തത്തിൽ പ്രൊഡക്ഷൻ കൂടി ആയതുകൊണ്ട് നമ്മൾ കുറേ ബാധ്യതകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കൂടുതൽ ടെൻഷനായിരുന്നു. പുള്ളി അത് നറേറ്റ് ചെയ്തു, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് റിലീസായതിനു ശേഷമാണ് അത് അത്രയും നല്ലൊരു ഇമ്പാക്റ്റ് ഉള്ള സിനിമയാണെന്ന് മനസ്സിലായത്. ജീവിതത്തിൽ സ്വപ്നം പോലും കാണാത്ത കുറേ ആളുകളാണല്ലോ രജനി സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ. അത് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ആളെപ്പം തെരഞ്ഞുകൊണ്ടിരിക്കുക. സൗബിക്കയുടെ ഫസ്റ്റ് പടത്തിൻ്റെ ക്യാമറമാൻ ലിറ്റിൽ സെം. എല്ലാ പുള്ളിയുടെ കയ്യിലുള്ള എല്ലാ വണ്ടിയും കാര്യങ്ങളും വീടും എല്ലാം വിട്ട് ഒരു ബാക്ക് പാക്കായിട്ടാണ് പോയത്. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പുള്ളിയുടെ വേറെ രീതിയിലുള്ള ഒരു എന്താ പറയുക തോട്ടും വേറെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ശരിക്കും റോമൻസിന് ഒരു രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത ശരിക്കും ഉണ്ട്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. നമ്മുടെ തിയേറ്ററിലേക്ക് ഉടൻ തന്നെ നമ്മളെ രസിപ്പിക്കാനും എൻ്റർടൈൻ ചെയ്യിക്കാനും ഒരു മച്ചാനും മാലാഖയും എത്തുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ട് അതിൻ്റെ ക്രിയേറ്റർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൗബിൻ ഷാഹിർ, ബോബൻ സാമുവൽ, നമിത പ്രമോദ്. 3 പേർക്കും വെൽക്കം. താങ്ക് യു. ഈ ബോബൻ സാമുവൽ സിനിമകൾക്ക് ഒരു ഭയങ്കര റിലേറ്റബിലിറ്റി ഉണ്ടല്ലോ. ഇപ്പം ജനപ്രിയനാണെങ്കിലും റോമൻസ് ഒക്കെ ആണെങ്കിലും ആ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ മച്ചാന്റെ മാലകയിലും അങ്ങനെ തന്നെയാണോ? ഇവരെവിടെങ്കിലൊക്കെ നമ്മൾ എന്നും കാണുന്നവരാണ്. നമ്മൾ മിക്കവാറും ഒക്കെ റോഡിലോട്ട് ഇറങ്ങിയാൽ കാണുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഇപ്പം KSRTC കണ്ടക്ടർ ഒരു തവണയെങ്കിലും നമ്മുടെ കണ്ണിപ്പെടാതെ പോകുന്ന ഒരാളാണ് അല്ലേ? എല്ലാ ദിവസവും നമ്മൾ ഒരു തവണയെങ്കിലും കാണുന്ന ഒരാളായിരിക്കും. അപ്പം അങ്ങനെ ഇതിനെ കഥാപാത്രങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കും. സ്ഥിരമായിട്ട് പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോകും. മെഡിക്കൽ ഷോപ്പിൽ പോകുന്നുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ പെൺകുട്ടികളെ ജോലിക്ക് നിൽക്കുന്നുണ്ട് അല്ലേ? അവരൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന അങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഈ പേര് സൗബിക്കായോണ്ടാണോ മച്ചാന്റെ മാലക എന്ന് പറഞ്ഞത്? അത് ഇതിന് പേര് വേറെയൊക്കെ ആയിരുന്നു. കുറേ പേരുകൾ ഇങ്ങനെ ഇട്ടപ്പോഴും ഷൂട്ടിംഗ് ഏകദേശം തീരാറായി അല്ലേ? തീർന്ന ലാസ്റ്റ് ഡേ ആണ് എനിക്ക് എൻ്റെ മനസ്സിൽ അത്രയും ദിവസത്തെ ഒരു ഷൂട്ടിൻ്റെ ഒരു പ്രാക്ടീസോ എന്തോ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന ഒരു പേരാണ് ഈ മച്ചാൻ്റെ മാലാഖ എന്ന്. ഞാൻ അപ്പം തന്നെ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ഹാപ്പിയാണ്. അങ്ങനെ ആ പേരങ്ങ് ഫിക്സ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ഒന്നാ ഫസ്റ്റ് മീറ്റിനെ? ചന്ദ്രേട്ടനയുടെ സമയത്തൊക്കെ നമുക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. നമ്മള് കണ്ടിട്ടുണ്ട്, ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ കോമ്പിനേഷൻ അഭിനയിക്കോ ഒന്നുമില്ലായിരുന്നു. നമ്മൾ ശരിക്കും സംസാരിച്ചത് ഇതിന്റെ പൂജയ്ക്കായിരുന്നു. പൂജ നടന്ന ആ ദിവസമായിരുന്നു പ്രോപ്പറായിട്ട്. ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു സൗബിക്കനെ കുറിച്ചിട്ട് ബിഫോർ മീറ്റിംഗ്? അല്ല, ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് സൗബിക. അത് ഞാൻ ഇതിന് മുന്നത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് മുന്നേ ഒരു FM കൊടുത്തൊരു വീഡിയോ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ചോദിച്ചു കറൻ്റ്ലി ഉള്ള കണ്ടംപററീസിൽ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാണ്. അപ്പം ഞാൻ സൗബികയുടെ വർക്ക് ഒരുപാട് ക്ലോസ്ലി അനലൈസ് ചെയ്ത് കാണുന്ന ഒരാളാണ്. ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പെർഫോമറാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും പുള്ളിയുടെ ഇൻ്റർവ്യൂസും അതുപോലെ ഫിലിംസും കണ്ടിട്ട് നമുക്കൊരിക്കലും റിലേറ്റബിൾ അല്ലാത്ത ആളാണെന്ന് തോന്നിയിട്ടില്ല. അപ്രോച്ചബിൾ അല്ല. ഇപ്പം ചിലർക്ക് ഭയങ്കര ഒരു ഓറ ഉണ്ടാവുമല്ലോ, ഓറ ഇൻ ദ സെൻസ് ലൈക്ക് ഭയങ്കര ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഓറ. പക്ഷെ നമുക്കെപ്പോഴും നമുക്ക് അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് സബിനയ്ക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസാരിക്കാനും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നോക്കിയിട്ടുണ്ട്. ഇതുപോലെ എന്നെ അടുത്ത എനിക്ക് അറിയാം അങ്ങനെ സംസാരിച്ചെന്നല്ലാണ്ട് ഇപ്പം സെയിം പരസ്പരം അറിയില്ല. ഫിലിം കണ്ടിട്ടൊക്കെ കുറേ ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ സംസാരിക്കാറുണ്ട്. പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ
കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലായി കറക്റ്റായിട്ട് എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഒരു കൊച്ചു സിസ്റ്ററെ പോലെ ഭയങ്കര എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അങ്ങോട്ട് ഞങ്ങൾ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ സിസ്റ്ററിനെ പോലെ ഉമ്മേൻ്റെ അടുത്ത് സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ പോലെ തോന്നുന്ന ഒരു അടുപ്പം തോന്നുന്നുണ്ട്. ഇപ്പൊ ജാമ്യമായിട്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സബിക്കയുടെ വൈഫൊക്കെ ആയിട്ട് ഈ ശരിക്കും ഓരോ ക്യാരക്ടേഴ്സിന്റെ ഈ നറേഷനൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ കുമ്പളങ്ങൊക്കെ കേൾക്കുന്ന സമയത്ത് ശരിക്കും ആ നറേഷനിൽ ഒരു ഭയങ്കര പ്രത്യേകത ഉണ്ടായിരുന്നില്ല. ക്യാരക്ടർ ഗ്രാഫ് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ടത് നമ്മുടെ തമിഴ് ആ പുള്ളിയായിട്ടുള്ള സീക്വൻസുകളിൽ ആയിരുന്നു ഏറ്റവും ഹൈലൈറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ നറേഷൻ കേൾക്കുമ്പോഴും എങ്ങനെയാണ് പ്രോസസ് ചെയ്ത്? അത് കൂടുതലും കേൾക്കാൻ എനിക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനൊന്നും അങ്ങനെ അറിയില്ല. പിന്നെ അതിലൂടെ കേട്ട് പിന്നെ എപ്പോഴും ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ശ്യാം പറയുമ്പോഴും പിന്നെ ഒരു പ്രാവശ്യം മാത്രമല്ല കഥ കേട്ട് ഒരു പ്രാവശ്യം കഥ കേട്ടതിന് ശേഷം നേരെ പോയി ഷൂട്ട് ഡേറ്റിലല്ല പോയി നമ്മൾ അഭിനയിക്കാൻ വേണ്ടി ആ സമയത്ത് എത്തുന്നില്ല. അങ്ങനെയുള്ള അവരെ കൂടെ വർക്ക് ചെയ്യാൻ നേരത്ത് കുറേ നാൾ അതിന് മുമ്പ് ഒരു പ്രോസസ്സ് ഉണ്ട്. സീൻ ചെയ്ത് നോക്കൽ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻ, പിന്നെ കോസ്റ്റ്യൂം ടെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും അതിലും എല്ലാവരും വന്ന് നിന്ന് നോക്കും, എല്ലാവരും മാച്ചിങ് ആണോ, പിന്നെയും നമുക്കൊരു റീഡിങ് കൂടി വെക്കാം, വെറുതെ ചെയ്ത് നോക്കിയാൽ അങ്ങനെ കുറേ സ്റ്റേജിൽ ഷൂട്ടിന് മുമ്പ് നടക്കാറുണ്ട്. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് പിന്നെ കുറച്ചും കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. വേറെ പിന്നെ ആ സമയങ്ങളിൽ നമ്മൾ ഇത് മാത്രമല്ലേ ഉള്ളൂ, ഈ പടം ഇങ്ങനെയാണ് ഇത് തീരുന്നവർ നമ്മൾ പിന്നെ വേറെ കഥകളും അങ്ങനെ കേൾക്കാറൊന്നുമില്ല. അപ്പം ഫുൾ അവരെ കൂടെ തന്നെ ആയിരിക്കും. നമ്മൾ ഷൂട്ടിന് വേണ്ടി മാത്രമല്ല പോയിരുന്നത്, അതല്ലാതെ ഇതിൻ്റെ പ്ലാൻ കഴിഞ്ഞത് ഓക്കെ ആയി എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ ഒക്കെ ഫുൾ ടൈം ഇവരെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ കഥ കേട്ടപ്പോഴും ബോബി ചേട്ടൻ വന്ന് പറയാൻ നേരത്തുള്ള ഞാൻ കേട്ടതിൽ വെച്ചിട്ട് ഇതിലൊരു എലിമെൻ്റ് ഉണ്ട്, ഇതിലൊരു കഥയിലൊരു മെയിനായിട്ടുള്ളൊരു ഘടകമുണ്ട്. നമുക്കത് പുറത്തുവിടാം. അതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. അത് കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ഇത് അങ്ങനെ നടക്കുമോ എന്നുള്ളപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ പരിപാടി. അത് കേട്ടാൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇത് കൊള്ളാലോ, നമ്മളിത് ഇതുവരെ കേട്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതെങ്ങനെ പുറത്ത് കാണുമ്പോൾ ആൾക്കാരെങ്ങനെയൊക്കെ എടുക്കുന്നത്, അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ഭയങ്കര രസമുള്ള നമുക്ക് ചിലർക്ക് അത് ചിരി വരും ആ സിറ്റുവേഷൻ, ചിലർക്ക് അതെന്ത് പരിപാടിയാണെന്നുള്ള അങ്ങനത്തെ പല പല ഏരിയകളുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഈ പടത്തിലോട് കേട്ടാണ്. പിന്നെ ബോബൻ ചേട്ടൻ പറയുന്നതിൽ കഥ പറയുമ്പോൾ ഒരു രസം നമുക്കത് കണ്ണിൽ കാണാൻ പറ്റും. കാരണം റൈറ്റർ പറയുന്നുണ്ടെങ്കിൽ പോലും ചില സിറ്റുവേഷൻ വരെ ബോബനത് ഹാൻഡിൽ ചെയ്തിട്ട് അതിനെ പറയുമ്പോൾ അതിൻ്റെ ഒരു നന്മ അതിൽ അല്ലെങ്കിൽ വേദന അതിൻ്റെ കുറേ നല്ല കാര്യങ്ങൾ ഫേസിൽ തന്നെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാതെ അപ്പോൾ നമുക്ക് അതിലോട്ട് ഭയങ്കര ഇന്നാക്കും. അത് തന്നെയാണ് ഈ പടത്തിലെ മെയിനായിട്ടുള്ള കാര്യം. ഈ നന്മേനൊക്കെ പറ്റി പറഞ്ഞു, ഈ ജനപ്രിയന് ഇപ്പോഴും ഭയങ്കര ഫാൻസ് ഉണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ കട്ട്സും റീൽസൊക്കെ. ഈ ശരിക്കും അതുപോലത്തെ കുറെ ക്യാരക്ടേഴ്സ് പിന്നീട് ആ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് റിയൽ ലൈഫിൽ കാണാനിടയായി. അല്ല, ആ സിനിമയ്ക്ക് മുന്നേ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ ആ സിനിമയിലുണ്ട്. മനോജ് കെ ജയന്റെ ക്യാരക്ടർ ശരിക്കും അയാളൊരു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്ന ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ അങ്ങനെ വന്ന ഒരാൾ എന്നോട് ക്വസ്റ്റ്യൻ ചെയ്തതാണ് അതിനകത്ത് ഒരു മാറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ പൂനെയിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിച്ചിട്ട് മാത്രമല്ല ജീവിതാനുഭവം കൂടെ വേണമെന്ന് പറയുന്ന ഒരു സംഭവമാണ് ജനപ്രിയനിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അത് ശരിക്കും എനിക്ക് അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസൾട്ടിങ് ആണ് ആ സിനിമ. എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായ ഒരു അത് പറയുന്നില്ല ഇവിടെ, ആ ഇൻസൾട്ടിങ് എന്നാണ് ആ സബ്ജക്റ്റ് ഉണ്ടായത്. ശരിക്കും നമ്മളൊക്കെ എങ്ങനെ ക്യാരക്ടർ കേൾക്കുമ്പോഴത്തേക്ക് എന്താ ഫസ്റ്റ് അവിടെ തോട്ട് പ്രോസസ്സിൽ പോവാ? ഒരു നറേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് റിലേറ്റബിൾ ആണോ എന്ന് തോന്നും. പിന്നെ ഞാൻ ബേസിക് എല്ലാ മനുഷ്യരെയും പോലെ കഥ കേൾക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടോ എന്ന് നോക്കും. എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ. പിന്നെ ഉറങ്ങിയിട്ടൊക്കെ കണ്ണ് തുറന്നിട്ടുണ്ടാവും, പക്ഷെ ഉള്ളിൽ ഉറങ്ങായിരിക്കും. അതാണ് ഞാൻ ബേസിക് ആയിട്ട് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സിറ്റിംഗ് മൂന്നാമത്തെ സിറ്റിംഗ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. ബേസിക് എന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ ഓഫ് കോഴ്സ് ആ ക്യാരക്ടർ ചില കഥകൾ നമുക്ക് ചില ഫാക്ടേഴ്സ് ഹുക്ക് ചെയ്യും. അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. ചില കാര്യങ്ങൾ ഹുക്ക് ചെയ്യും. പിന്നെ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ഞാനൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയും. ഇപ്പോൾ പണ്ടല്ല, ഇപ്പോൾ അത് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ദർ ആർ സം എലമെന്റ് ഇൻ ദാറ്റ് മൂവി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കേട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു നറേഷൻ ആരുടെ ആയിരുന്നു? ഏത് സിനിമയുടെ ആയിരുന്നു? ചിലർക്ക് നറേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് അറിയായിരിക്കും, പക്ഷെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോകും.
അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കഥയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പക്ഷെ ഷൂട്ട് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം അല്ലാന്ന് തോന്നും. അങ്ങനത്തെ സിനിമകളുണ്ട്. തിരിച്ചു സംഭവിച്ചിട്ടുണ്ടോ? തിരിച്ചും ഉണ്ടാവും. തിരിച്ചു അത് പറയാനറിയാത്ത ഇപ്പൊ ട്രാഫിക് ചെയ്ത സമയത്ത്, ട്രാഫിക് രാജേഷ് അങ്കിള് നറേറ്റ് ചെയ്യുന്ന സമയത്ത്, ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ ഒരു നറേഷനിൽ നമുക്ക് ഒരിക്കലും കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ പുള്ളി അത് നറേറ്റ് ചെയ്തു, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് റിലീസായതിനു ശേഷമാണ് അത് അത്രയും നല്ലൊരു ഇമ്പാക്റ്റ് ഉള്ള സിനിമയാണെന്ന് മനസ്സിലായത്. ഈ സൗബിക്കയുടെ ഞാൻ ഇപ്പൊ ഈ നമ്മുടെ പറവേനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് 2 കഥകൾ ഉണ്ടായിരുന്നല്ലോ പറവയ്ക്ക്. ഒന്ന് സ്കൂൾ സ്റ്റോറിയും പിന്നെ ഒന്ന് പറ. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് അൻവർക്ക് ചെയ്യാൻ വേണ്ടിയാണല്ലോ പറവ പറയണത്. എന്നിട്ട് നീ ചെയ്യാൻ പറഞ്ഞു. ഈ ശരിക്കും ഈ ഡയറക്ഷൻ ഈ പറഞ്ഞ പോലെ ഒരു റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ട്? ആ സമയം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ടൈം തന്നെയാണ്. കാരണം എന്നോട് അത് ചെയ്യാൻ പറയുന്നതും ആ കഥ പറയുന്ന സിറ്റുവേഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് പ്രേമം മൂവിയുടെ സെൻസർ കഴിഞ്ഞ് തിരിച്ചു വന്ന് അതിന് കുറച്ച് എന്തോ കറക്ഷൻസിന് വേണ്ടി ഞാനും അമ്പൊക്കെയും കൂടി ഇവിടെ വൈറ്റ് ഫോർട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞ് വെറുതെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണില്ല, വെറുതെ അന്ന് പറഞ്ഞ കഥ ഒന്ന് വെറുതെ പറയും എന്നുള്ള രീതിയിൽ അങ്ങനെ. പിന്നെ എൻ്റെ ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ കുറച്ച് ഭയങ്കര മോശമായിട്ട് കുറച്ച് സിറ്റുവേഷൻ നടക്കുന്നുണ്ടായിരുന്നു. എന്നെയും കൂടി ഒന്ന് ഹാപ്പി ആക്കാനും അതിൻ്റെ ആ ടെൻഷനൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നീ വെറുതെ ഇരിക്കണമെങ്കിൽ ആ കഥ ഒന്ന് പറയും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് സമയം എടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഇതല്ല, എന്നാലും ഞാൻ രണ്ടിനെ കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ കൂട്ടി വെച്ചിരിക്കുന്ന ഒരിത് നീ പറ എനിക്കൊന്ന് ഫ്രീ ആവണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കഥ പറഞ്ഞ് അപ്പോഴാണ് ബുക്ക് പറയണത്. ഞാൻ ചെയ്താൽ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നാറില്ല, കാരണം നീ പറയുമ്പോൾ അതിൻ്റെ പണികൾ നിൽക്കുന്നറിയാം. അങ്ങനെ സൗബിൻ തന്നെ ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ എനിക്കൊരു അഡ്വാൻസിൻ്റെ ഒരു കാര്യം നീക്കലും, ഇനി ഒന്നും വേറൊന്നും ചിന്തിക്കേണ്ട, ഇപ്പം തന്നെ പോയി ടീം സെറ്റ് ചെയ്തു, എവിടെയെന്ന് വെച്ചാൽ ഇരിക്കി, എന്നിട്ട് ബാക്കി പരിപാടി നോക്കിക്കോ, എൻ്റെ അടുത്ത പടം ഇതായിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിലോട്ടൊരു ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. കാരണം കുറച്ച് ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് മാറി പെട്ടെന്ന് വേറെ ശരിക്കും വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ബോബൻ സാവൽ എന്ന ഡയറക്ടർ എങ്ങനെ സെറ്റ് ഹോൾഡ് ചെയ്ത് നിർത്താം? നമ്മളെ സെറ്റ് അവിടെ ഞാൻ ഹോൾഡ് ചെയ്ത് നിർത്തേണ്ട കാര്യങ്ങളോ അങ്ങനെയെന്ന് പറഞ്ഞു. ഇവര് എല്ലാവരും നല്ല അടിച്ചുപൊളിക്കാരാണ്. നമിതയായാലും സൗബിനായാലും. എനിക്ക് എൻ്റെ ലൊക്കേഷനിൽ ഈ സിനിമയിൽ ഒരു യാതൊരുവിധ ടെൻഷനോ അല്ലെങ്കിൽ ഒന്നും. ഇവര് പറയും ഡയറക്ടർ ഭയങ്കര കൂളാണ്. ഞാൻ കൂളാവുന്നത് എന്തുകൊണ്ടാണ്, ഇവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതാണ് എന്നെ കൂളാക്കുന്നത്. ഇവരും ഭയങ്കര തമാശയാണ്, നല്ല രസമാണ്. സൗബിൻഭായിയുടെ കൂടെ ഷൂട്ടിങ് കഴിഞ്ഞാൽ പോലും നമ്മൾ എത്രയോ നേരം ഇരിക്കാറുണ്ട്. സാധാരണ ഞാൻ അങ്ങനെ പടങ്ങളിലൊന്നും അങ്ങനെ ഇരുന്നില്ല. പാക്കി പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ റൂമിൽ പോവുക, വീട്ടിൽ പോവുകയൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷെ ഈ പടത്തിന്റെ ലൊക്കേഷനിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ പിരിയുന്നത് അല്ലേ നാളെ അല്ലെങ്കിൽ അടുത്ത നമ്മൾ എങ്ങനെ ഇരിക്കും. പുള്ളിയും ഒരു ഡയറക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കതൊരു പുള്ളിയെ കൺവിൻസ് ചെയ്ത് പിറ്റേന്നത്തേക്ക് നമ്മൾ ഒരുമിച്ച് പിറ്റേന്നത്തെ കാര്യങ്ങൾ ഇരിക്കാന്ന് പറയുന്നത് എനിക്കും അതൊരു ആവശ്യമായി വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും മാക്സിമം പുള്ളിയുടെ കൂടെ ഇരിക്കുമായിരുന്നു. ഹൗസ് വർക്കിംഗ് വിത്ത് ധ്യാൻ ശ്രീനിവാസൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കുറച്ചുകൂടെ സ്പെഷ്യലാണ്. നിങ്ങൾക്ക് എങ്ങനെയാ പുള്ളിയുടെ ഒരു വൈബ് എങ്ങനെയാ ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റും? ധ്യാൻ ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ധ്യാൻ കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 3-4 ദിവസമേ ധ്യാൻ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ധ്യാൻ ഉള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര രസമായിരുന്നു. പുള്ളിയുടെ ഒരു സ്വാഭാവികമായ നർമ്മം കാര്യങ്ങളൊക്കെ ഇവരെ കോമ്പിനേഷൻ ഫസ്റ്റാണ്. അടികപ്പേരയിലൊരു വലിയ ധ്യാൻ എനിക്ക് എത്രയോ വർഷം തൊട്ട് അറിയാവുന്ന ആളല്ലേ. അപ്പോൾ പേഴ്സണലി വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ ഐ ഫീൽ ഇൻ പേഴ്സൺ ആക്ടിങ് വൈസ് ഒരുപാട് പെർഫോമൻസ് ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട്. പണ്ടത്തിനെക്കാട്ടിയൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. ഇടക്ക് കാണാറുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോ വെച്ച് അങ്ങനെ കൂടുതലും സമയം കിട്ടില്ല, കാണാറുണ്ട്. ഭയങ്കര എന്റർടൈനർ ആണ്. ഒരാളെ പറ്റിയിട്ട് ചോദിക്കണമെന്ന് ഉള്ളത് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ആളെ തെരഞ്ഞുകൊണ്ടിരിക്കുക. സൗബിക്കയുടെ ഫസ്റ്റ് പടത്തിന്റെ ക്യാമറമാൻ ലിറ്റിലിന്റെ ഭയങ്കര കോൺട്രിബ്യൂഷൻ ഈ ഭയങ്കര പറവയിലും ഒക്കെ ഭയങ്കര എവിടെയാണ്. ശരിക്കും പുള്ളി എവിടെയാണ്? ഇപ്പോഴും സൗബിക്കയായിട്ട് ഭയങ്കര ടച്ച് ഉണ്ടോ? ടച്ച് ഉണ്ട് ഇപ്പോഴും.
കുറച്ച് 2 ആഴ്ച മുമ്പൊക്കെ സംസാരിച്ചോളൂ. ഞങ്ങൾ സംസാരിക്കാൻ നേരത്ത് കുറച്ചധികം നേരം ഒരു 1 ഹവറിനടുത്ത് ഇങ്ങനെ പോകും. കാരണം അങ്ങനെ സംസാരിക്കാറുണ്ട്. പുറത്താണ്, UK-യിലാണ്, പുറത്താണ് പുള്ളി. അവിടെ കുറച്ച് കാര്യങ്ങളായിട്ട് അവിടെയും ആദ്യം ഇവിടുന്ന് പോയത് തന്നെ സൗണ്ട് ഡിസൈൻ, അങ്ങനെ സൗണ്ടിൻ്റെ ഇത് പഠിക്കാൻ വേണ്ടിയാണ് പോയത്. ഓൾറെഡി പുള്ളി ഡയറക്ടറാണ്, എഡിറ്ററാണ്, ക്യാമറമാനാണ്, എല്ലാമാണ്. അത് കൂടാണ്ട് സൗണ്ടും കൂടി പഠിക്കണമെന്ന് പറഞ്ഞാണ് പുറത്തേക്ക് ഇവിടുന്ന് എല്ലാ പുള്ളിയുടെ കയ്യിലുള്ള എല്ലാ വണ്ടിയും കാര്യങ്ങളും വീടും എല്ലാം വിട്ട് ഒരു ബാക്ക് പാക്കായിട്ടാണ് പോയത്. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അവിടെ സൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കൊറോണ വന്ന് അവിടെ പിന്നെ പള്ളികളിൽ പുള്ളി വർക്ക് ചെയ്യാൻ തുടങ്ങി. കൊറോണ സമയത്ത് പള്ളിയിലൊന്നും ആരും വരില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക ലൈവ് മറ്റേ എല്ലാവരും വീട്ടിലിത് കാണുന്നുള്ള കുർബാന കാണുന്നുള്ള അങ്ങനത്തെ സെക്ഷനിലോട്ട് കയറി. പിന്നെ അവിടെ ഇപ്പോൾ ഒരു പടം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സെക്കൻഡ് ക്യാമറ ആയിട്ട്. പിന്നെ അവിടെ ഇപ്പോൾ സ്റ്റുഡിയോ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ഡോഗൊക്കെ ഉണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്. പുള്ളി അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ വേറെ രീതിയിലുള്ള ഒരു എന്താ പറയുക തോട്ടും വേറെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അതിലാണ് പുള്ളി ഇന്നായിട്ട് നിൽക്കുന്നത്. എന്തായാലും വരും. ഞാൻ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ശരിക്കും റോമൻസിന് ഒരു 2ാം ഭാഗത്തിനുള്ള സാധ്യത ശരിക്കും ഉണ്ടായിരുന്നു. ഈ വിജയിക്കുന്ന പടങ്ങൾക്കെല്ലാം നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ, 2ാമത്തെ ഭാഗം വരണം. അപ്പം അങ്ങനെ കേട്ട് നമ്മളും അതിന് 2ാം ഭാഗമൊക്കെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. പണ്ട് റോമൻസിന് എന്നെ വിളിച്ചിട്ടുണ്ട് ഒരു ക്യാരക്ടർ നിവേദിതയുടെ അതിനകത്ത് അധികം ഞാൻ അതിൽ പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഷൂട്ടിന്റെ സമയത്ത് കൊടൈക്കനാൽ ഞാൻ എവിടെയോ ആ സമയത്ത് ഞാൻ ഷൂട്ട് എടുക്കുമ്പോൾ ആ ഭാഗത്തോട് പോയിട്ടുണ്ട്. പാസ് ചെയ്ത് പോയപ്പോൾ ഞാൻ കയറി കണ്ടിട്ടുണ്ട്. ശരിക്കും അതുകൊണ്ടാണ് ഈ ആക്ടിങ്ങിൽ കുറച്ചുകൂടെ ഈ സൈഡിൽ കുറച്ചുകൂടെ സിനിമകൾ ഈ കാലയളവിലൊക്കെ വന്നത്. ഡയറക്ഷൻ ഗ്യാപ്പ് വന്നുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഗ്യാപ്പ് എടുക്കുന്നതല്ലല്ലോ. ഒരു സിനിമ സെറ്റായി വരിക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ നമുക്കിപ്പോൾ 13 ദിവസം 15 ദിവസം കൊണ്ടൊക്കെ ഒരു സിനിമ ഉണ്ടാക്കി അടുത്ത പടത്തിലേക്ക് കയറാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോൾ. ഒരു കഥ കിട്ടിയാൽ ചിലപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊരു നമ്മളൊരു നായികയെ കേൾപ്പിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പിന്നെ അടുത്ത കഥയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ എന്നെ തുണച്ചത് ഈ അഭിനയമാണ്. കാരണം നമ്മളല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് പോകും. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഭ്രാന്തായി പോകും. നമ്മൾ ഇതിലേക്കല്ലേ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ആരെങ്കിലും അഭിനയിക്കാനൊക്കെ വിളിക്കുമ്പോൾ അതൊരു വലിയ ആശ്വാസം. എല്ലാവരും കാണാം, നമുക്ക് അവിടെ പോയി അവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഓക്കെ ആവും. കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യും മറ്റേ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ. സൗബിക്കനോട് വർക്ക് ചെയ്തിട്ട് എന്താ പഠിച്ച ടേക്ക് അവേ ഇതിലോ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. കാര്യം ഇദ്ദേഹം അതിനെ ഒരു സീനിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ പഠിച്ചതാണ്. എനിക്ക് ഒരു ലെസണാണല്ലോ. ഓരോ പടവും നമുക്ക് ഓരോ പാഠമാണ്. നമ്മളെല്ലാം പഠിച്ചവരാരും ഇന്നും സിനിമയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഓരോ ദിവസവും ഓരോ ലെസണാണ്. അപ്പോൾ സൗബിൻ ഭായിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ, ഓരോ സീനിനെ പുള്ളി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്ന, ആ സീനിനെ ചില കുഞ്ഞു ചില റിയാക്ഷൻസൊക്കെ നമ്മളറിയാണ്ട് കിട്ടും. അത് നമ്മൾ അവിടെ വെച്ച് ശ്രദ്ധിക്കില്ല. ഇപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ ചെല്ലുമ്പോഴായിരിക്കും എന്ന് പറയുന്നത്. ഈവൻ DA ചെയ്ത് കണ്ടപ്പം പോലും എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കാണാത്ത ചില സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും രണ്ടുപേരിൽ നിന്നും. അപ്പോൾ DA ചെയ്ത് നമുക്ക് ചില ഷോട്ടുകളിലൊക്കെ എക്സ്പ്രഷൻസ് ഒന്നും ചിലപ്പം അതിന് മുന്നേ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അത്ര ക്ലാരിറ്റിയോടെ അല്ലേ നമുക്ക് അതിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. മ്യൂസിക്കും എല്ലാം കൂടി വരുമ്പോൾ നമ്മൾ കുഞ്ഞു കാര്യം കണ്ടുകൊണ്ട് മ്യൂസിക് ബീജം ചെയ്യുമ്പോഴാണെങ്കിലും കണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് അത് പൂർണ്ണമാകുമ്പോഴാണ് കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുവെ റിലീസ് ഒക്കെ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? എന്തായിരിക്കും റിസൾട്ട്? എനിക്ക് ഇപ്പൊ അങ്ങനെ വലിയ ടെൻഷൻ, പക്ഷെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. ആ ഒരു എനിക്കൊന്ന് മൊമെന്റാന്ന് തോന്നുന്നു. ഈ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി ചെന്നിരിക്കൂലേ. പണ്ടൊന്നും അങ്ങനെ അധികം ടെൻഷനൊന്നും ഉണ്ടായില്ല. ഇപ്പം കുറച്ച് നമ്മളിപ്പം മെയിൻ ക്യാരക്ടറൊക്കെ ആയിട്ട് ചെയ്തു തുടങ്ങാൻ ഇപ്പം നമ്മൾ എന്താ പറയുക മെയിൻ ക്യാരക്ടറൊക്കെ ആയി ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. കാരണം നമ്മൾ നിൽക്കുന്നതാണ് മൊത്തം കഥയും കാര്യങ്ങളൊക്കെ. പണ്ട് നമ്മൾ ഒരു കഥാപാത്രമായിട്ടാണല്ലോ പോയിരുന്നത്. അപ്പോൾ അത് കുഴപ്പമുണ്ടായില്ല, വലിയ ടെൻഷൻ ഉണ്ടായില്ല. ഇപ്പം ചെറിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. കാരണം അത് നന്നായിട്ട് വരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു എന്താ പറയുക ടെൻഷൻ ഉണ്ടാവില്ല എന്ത് വന്നാലും. മഞ്ഞുമ്മലൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. മഞ്ഞുമ്മലിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, നല്ല ടെൻഷൻ്റെ അങ്ങേയറ്റം ഉണ്ടായിരുന്നു. കാരണം അതിൽ ആക്ടിങ് മാത്രമല്ലല്ലോ, പ്രൊഡക്ഷനും പിന്നെ ബാക്കി കുറേ കാര്യങ്ങളായിട്ട് ആ സമയത്തില്ല മഴയും മൊത്തം ടെൻഷനായിരുന്നു. പക്ഷെ എവിടെയോ ഒരു എന്താ പറയുക അതിലൂടെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചാണ്. കാരണം ഇത് എവിടെയും എത്താണ്ട് പോകുന്നൊരു
പടം പല സ്ഥലത്തും പ്രൊഡക്ഷൻ ആണെങ്കിലും എന്തും ആരും അങ്ങനെ വരാണ്ടിരിക്കുന്ന സമയത്ത് ഇത് എന്തോ ഇതിലുണ്ടെന്നുള്ളൊരു തോന്നൽ, ഒരു ഉൾവിളി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മോശമാവില്ല എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. സംഭവം ഇഷ്ടമാവും എല്ലാവർക്കും, പക്ഷെ ഇത്ര നന്നായിട്ട് വരും എന്നുള്ള അത്ര ഇതൊന്നും തോട്ടൊന്നും ഉണ്ടായില്ല. സൗബിക ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ആ ഇത് ഞാൻ ആ മഞ്ഞുമലിന്റെ ലൊക്കേഷനിൽ കൊടൈക്കനാലിൽ പോയാണ് ഞാൻ ഈ സബ്ജക്ട് പറഞ്ഞത്. എനിക്ക് കുറച്ച് അതിന്റെ സീൻസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ഇവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയുണ്ട്, അപ്പൊ അറിയാൻ പറ്റുമല്ലോ അപ്പൊ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇവർക്ക് കിട്ടിയെന്നുള്ള റിയാക്ഷൻ കാണുമ്പോഴാണ് ഓക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടുതലും എനിക്കറിയാവുന്ന സുഹൃത്തുക്കളാണെങ്കിലും അവരെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കും. കാരണം അതില് അപ്പൊ അവരുടെ റിയാക്ഷൻ അവർ പറയും അങ്ങനെ അത് പറയാം, അല്ലെങ്കിൽ ആ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും നമ്മൾ പിന്നെ അതിലെന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും, കാരണം സമയമുണ്ടല്ലോ. അങ്ങനെയൊക്കെ കൂടുതൽ ഞാൻ കാണിക്കാറുണ്ട്. പുള്ളി അതിന്റെ കുറെ പോർഷൻസ് എനിക്ക് കാണിച്ചത് പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, അടിപൊളിയായിട്ട്. അല്ല ശരിക്കും എനിക്ക് നല്ല ടെൻഷനാണ്. കാരണം മഞ്ഞുമൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ സമീർ ഭായിയുടെ അടുത്താണ്, നമുക്കടുത്ത് സമീർ തായറിൻ്റെ അവിടെയൊക്കെ പോയിരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റണില്ല, നിൽക്കാൻ പറ്റില്ല, ഇല്ലടോ പേടിക്കേണ്ടതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ, ഉറങ്ങാൻ. കാരണം എന്താണെന്ന് അറിയില്ല, കാരണം ഇത് ക്ലിക്കായില്ലെങ്കിൽ പോയി പരിപാടി മൊത്തത്തിൽ പ്രൊഡക്ഷൻ കൂടി ആയതുകൊണ്ട് നമ്മൾ കുറേ ബാധ്യതകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കൂടുതൽ ടെൻഷനായിരുന്നു. പടത്തിനെ കുറിച്ചല്ല, മൊത്തത്തിൽ അത് വർക്കൗട്ട് ആവണം എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതും ഒരു രീതിയിലും ചെറിയ രീതിയിൽ പോലും മോശമാകാൻ പാടില്ല എന്നുള്ള, കാരണം അത് എല്ലാവരും ബാധിക്കുമായിരുന്നു. ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും എല്ലാവർക്കും അത് ബാധിക്കുന്നതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ ശരിക്കും പറഞ്ഞപ്പോൾ പല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ പ്രൊഡക്ഷനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ സിനിമ എങ്ങനെ പ്രൊഡ്യൂസിങ് ഫ്രണ്ട്ലി ആണോ ശരിക്കും ഇപ്പൊ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട്. ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആസ് എ ഫിലിം മേക്കർ, അല്ലെങ്കിൽ രണ്ടുപേരും ഫിലിം മേക്കേഴ്സ് ആണ്, അപ്പൊ എങ്ങനെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ശരിക്കും മലയാള സിനിമയിൽ എങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടോ ശരിക്കും ഇപ്പോൾ? ഉണ്ടല്ലോ. സിനിമകൾ ആഴ്ചയിൽ എത്ര സിനിമകൾ ഇറങ്ങുന്നത്. അങ്ങനെ നമുക്ക് അങ്ങനത്തെ നല്ല ഇതായിട്ടുള്ള പല പ്രൊഡക്ഷൻസും ഉണ്ടല്ലോ. നമ്മൾ കൂടുതലും പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആവണം, എന്നാൽ ആർട്ടിസ്റ്റുകൾക്കും എന്താ പറയുക, അവർക്കൊരു എന്താ പറയുക, അയ്യോ എന്താണ് ഇങ്ങനെ നല്ല അങ്ങനെ എന്തൊരു അവർക്കൊരു എന്താ പറയുക ഒരു മോശമായിട്ടുള്ള ഒരു ഇതാണ് തോന്നില്ല മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അവരിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ചിലപ്പോൾ കൃത്യമായിട്ട് വരണമെന്നില്ല, അത് ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ കംഫർട്ട് ആക്കുക, അവർക്ക് എന്താണ് താല്പര്യം അത് അങ്ങനെ ചെയ്യാന്ന് പറയാം. അത് എപ്പോഴും നല്ലതേ ഉള്ളൂ, നല്ലതേ വരുത്താറുള്ളൂ അത് എപ്പോഴും. കാരണം അങ്ങനെ എന്താ പറയാ, നമുക്കൊരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ മൂഡ് ഔട്ട് ആക്കിയിട്ട് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ അത് ചെയ്യുമായിരിക്കും, പക്ഷെ ആ ചെയ്യുന്നതിൽ ഒരു ഈ പറയുന്ന പോലെ ജെന്യൂനിറ്റിയും കാണും, എല്ലാം കാണും. പക്ഷെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എവിടെയോ ഒരു കുറവ് നമുക്ക് ആ കണ്ണുകളിലോ എവിടെയെങ്കിലും നമുക്ക് വ്യക്തമാവും. അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ, ആർട്ടിസ്റ്റുകളെയും എല്ലാവരെയും കംഫർട്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊഡക്ഷനാണ് ഇപ്പോഴും നല്ല രീതിയിൽ പോയിട്ടുള്ളത്. എനിക്കും അതേപോലെ തന്നെ ചില സിനിമകളിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള നമുക്ക് മനസ്സിലിങ്ങനെ നിൽക്കുന്ന ഫിലിമിലെ ഇതായിരിക്കില്ല, പുറത്താണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരെങ്കിലും വയ്യാതിരിക്കുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ക്ലീനായിട്ട് ചോദിക്കാറുണ്ട് ഡയറക്ടറിന്, പ്രൊഡ്യൂസറിന്, എനിക്ക് ഇതൊന്ന് കുറച്ചൊന്ന് മാറ്റി ചെയ്താൽ ഈ ദിവസം ഇത് ചെയ്യേണ്ട കാര്യം കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ച് മാറ്റി വേറെ സീൻ ചെയ്യാം എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ച് മേടിക്കാറുണ്ട്. കാരണം നമുക്ക് അവിടുത്തെ ഡയറക്ഷൻ പടത്തിനെ കുറിച്ചിട്ട് ഒരു വലിയ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ടോ, എങ്ങനെയാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നുണ്ട്? ഇപ്പോൾ തമിഴ് പടം കഴിഞ്ഞിട്ട് അതിലോട്ട് മൂവ് ആവാന്നുള്ള കാര്യത്തിലാണ് നടക്കുന്നത്. കാരണം വേറെ പടങ്ങളൊന്നും ഇപ്പം അധികം അങ്ങനെ ഒന്നും സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തത് ഡയറക്ഷൻ എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ വഴിയെ വരും. അടുത്ത് തന്നെ കൂലിയുടെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. കൂലിയുടെ ഇപ്പോൾ കഴിയാറായി, ഒരു മാസം കൂടി ഉണ്ട്. ഇപ്പോൾ 6 months ആയി, ഇനി ഒരു മാസം കൂടി കൂലിയുടെ ഒരു മാസം കൂടി ഉണ്ട് ഷൂട്ട്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നൊരു മൂവിയാണ്. കാരണം ഇത്ര വലിയ ഭയങ്കര നമ്മൾ കൊതിക്കുന്ന കുറേ നടന്മാരുടെ കൂടെയും നമ്മൾ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാത്ത കുറേ ആളുകളാണല്ലോ രജനി സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സ്ക്രീൻ ഇതാകും സമയം അവരുടെ കൂടെ വർക്ക് ചെയ്യുക പറയുന്നതൊക്കെ. അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കണ്ട് കൊതിച്ചിരുന്നു നമ്മളെ ഡ്രീം ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഏറ്റവും വലിയ കാരണം അങ്ങനത്തെ ഒരു ആ ഒരു മുഹൂർത്തം ഞാൻ ഒരിക്കലും ജീവിതത്തിലോ സ്വപ്നത്തിലോ ഇന്നേ വരെ വിചാരിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടില്ല. അപ്പം അതുകൊണ്ട് അതെനിക്ക് എപ്പോഴും ബെസ്റ്റായിട്ട് തന്നെ മനസ്സിൽ നിൽക്കുന്നൊരു കണ്ടിട്ടുണ്ട്. രജനി സാറിനെ പോയി മീറ്റ് ചെയ്താണല്ലോ ഞങ്ങൾ എല്ലാവരും. മഞ്ഞുമൽ ബോയ്സ് എന്തോ കറക്റ്റ് ടൈമായിരുന്നുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട് വന്നിരിക്കുന്ന അതിലുള്ള എല്ലാവരും. കാരണം
രഞ്ജിത് സാർ വരെ കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ള അതിൽ എല്ലാവരും കണ്ടിട്ടുണ്ട് പടം. അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിച്ചിരുന്നത് തന്നെ. അപ്പോൾ അത് തന്നെ തോന്നി എനിക്ക് അവർ നമ്മളോടും കാണിക്കുന്ന ഒരു സ്നേഹം ഭയങ്കര കൂടുതലായിരുന്നു. മഞ്ഞുളി ബോയ്സിന് ശേഷം ഇത് ചെയ്തുകൊണ്ട് നല്ലൊരു ഭയങ്കര രസമുള്ള ഒരു സ്നേഹമായിരുന്നു അവർക്ക്. ചേട്ടാ അപ്പൊ അടുത്ത പരിപാടി റോമൻസ് 2 ആണോ? ഇല്ല റോമൻസ് 2-ലോട്ടൊന്നും കിടക്കുന്നില്ല. ഏകദേശം അതേപോലത്തെ ഒരു ജോണറിൽ ഒരു സബ്ജക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറൊന്ന് പറയാണ്ടെന്നൊക്കെ പറഞ്ഞൊരു കഥയൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഉണ്ട്. അത് ബോഞ്ചേട്ടൻ നേരത്തെ സൗഭിക്കാനോട് സൗഭിക്കാൻ അടുത്ത പടത്തില് നമ്മളിങ്ങനെ കിട്ടുമ്പോ ലോക്ക് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും അടുത്ത പടത്തില് എനിക്ക് വേഷം ഉണ്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു. അതിനും പറ്റൂല. എന്റെ അടുത്ത് സത്യമായിട്ട് പറഞ്ഞ ഒരു കഥയും കൂടി ഉണ്ട് കേൾക്കണമെന്ന് പറഞ്ഞു. അതും ഈ പറഞ്ഞ മൾട്ടി ജോണർ റോമൻസിലൊക്കെ സംഭവിച്ചുള്ള ഒരു ജോണർ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. റോമൻസ് ഭയങ്കര, ഞാൻ ചെറുപ്പത്തിലെ റോമൻസ് കാണുമ്പോ ഭയങ്കര ചെറുപ്പത്തില്, അതായത് ബോഞ്ചേട്ടൻ വയസ്സെന്ന് ചെറുപ്പത്തില് ആദ്യമായിട്ട് കാണുമ്പോ ചെറുപ്പമല്ല അപ്പൊ 12 വർഷം. 12 വർഷമായി. ചെറുപ്പത്തില് അപ്പൊ കിളി മാറിയ സിനിമയായിരുന്നു ലാസ്റ്റ് ഡിസ്റ്റ്. അപ്പൊ എപ്പോഴും ഓർക്കും ബോബൻ സാമുൽ ആ ഡയറക്ടർ ഒന്ന്. നമ്മുടെ നെക്സ്റ്റ് പ്രോജക്ട് പറയാം കാര്യമായുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ മച്ചാന്റെ മാലാഖ ഫെബ്രുവരിയിൽ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. സിനിമ വലിയൊരു വിജയമാവട്ടെ, പറഞ്ഞ നല്ല രീതിയിൽ തിയേറ്ററിൽ എന്റർടൈൻ ചെയ്യിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.